നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. കിഫ്ബി മസാല ബോണ്ട് വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഈ നോട്ടീസ്. മുഖ്യമന്ത്രി നേരിട്ടോ അല്ലെങ്കിൽ പ്രതിനിധികൾ വഴിയോ നോട്ടീസിന് മറുപടി നൽകണമെന്നാണത്രേ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എലക്ഷൻ്റെ തുമ്പത്തെത്തി നിൽക്കുമ്പോൾ എന്താണ് ഈ നോട്ടീസ് നാടകം? ഈ നാടകത്തിന് പിന്നിൽ മറ്റൊരു കളിയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. മുഖ്യമന്ത്രിയെയും CPM-നെയും സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് BJPക്ക് ചില കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് സാധിക്കാനുണ്ട്. അതിനുവേണ്ടിയുള്ള കളികളാണ് ഈ ED നോട്ടീസ് എന്നാണ് BJPയിൽ നിന്ന് തന്നെ ലഭിക്കുന്ന സൂചന. പെരിങ്ങമല കോൺട്രാക്ട് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് വലിയ ഒരു ആരോപണം BJP നേതാക്കൾക്കെതിരെ ഉയർന്ന് കേൾക്കുന്നുണ്ട്. ആരോപണമെന്ന് മാത്രമല്ല, അത് സത്യമായ കാര്യമാണെന്നാണ് പറയുന്നത്. പെരിങ്ങമല ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് നടന്ന വലിയ സാമ്പത്തിക തട്ടിപ്പിൽ തലസ്ഥാനത്തെ പ്രമുഖ BJP നേതാക്കൾക്ക് പങ്കുണ്ടത്രേ. ഇത് സഹകരണ വകുപ്പ് കണ്ടുപിടിച്ചു. രാജീവ് ചന്ദ്രശേഖരൻ്റെ വിശ്വസ്തനും BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ S. സുരേഷിനെതിരെ 43 ലക്ഷം രൂപ ഉടനടി അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സഹകരണ വകുപ്പ് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്, നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. സുരേഷ് മാത്രമല്ല, നിരവധി BJP നേതാക്കൾ ഇത്തരത്തിൽ അവിടെ നിന്ന് പണം അടിച്ചു മാറ്റിയത്രേ. ഇവരോടെല്ലാവരും ഈ അടിച്ചു മാറ്റിയ പണം തിരിച്ചടയ്ക്കാൻ സഹകരണ വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 43 ലക്ഷവും 23 ലക്ഷവും 25 ലക്ഷവും 15 ലക്ഷവും ഒക്കെയായി BJPയുടെ നേതാക്കൾ കോടിക്കണക്കിന് രൂപ തിരിച്ച് അടയ്ക്കാനുണ്ട്. ഇവരെല്ലാം ഈ പൈസ ഇവിടുന്ന് കൊണ്ടുപോവുകയും തിരിച്ചടയ്ക്കാതിരിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് പെരിങ്ങമല ലേബർ കോൺട്രാക്ട് സൊസൈറ്റി പൂട്ടിപ്പോകുന്ന അവസ്ഥയിലെത്തിയത്. സംസ്ഥാന സഹകരണ വകുപ്പ് ഇതെല്ലാം കൃത്യമായി കണ്ടുപിടിച്ച് ഈ നേതാക്കളോടെല്ലാം കൃത്യമായി പൈസ തിരിച്ചടയ്ക്കുക അല്ലെങ്കിൽ നിയമ നടപടി നേരിടുക എന്ന നിർദ്ദേശം നൽകി. ഇതിൽ സുരേഷ് അടക്കമുള്ള നേതാക്കൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാരാണ്. അവരോട് കാശ് തിരിച്ചടയ്ക്കാൻ പിണറായി വിജയൻ്റെ സർക്കാർ പറയുക എന്ന് പറഞ്ഞാൽ എന്തൊരു അഹങ്കാരമാണെന്നാണ് BJPയുടെ ഇപ്പോഴത്തെ നേതൃത്വം കരുതുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ നേതാക്കളൊക്കെ ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കണം. എന്ന് വെച്ചാൽ 43 ലക്ഷവും 25 ലക്ഷവും ഒന്നും അടയ്ക്കാതെ തന്നെ ഈ നേതാക്കളെ അതിൽ നിന്ന് ഊരിയെടുക്കണം. അതിനൊരു തന്ത്രം BJP മെനഞ്ഞു. അതാണത്രേ ഈ ED നോട്ടീസ്. ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ED നോട്ടീസ് കടുപ്പിച്ചാൽ, കാരണം EDക്ക് നോട്ടീസ് അയക്കുക മാത്രമല്ല മറ്റ് പല പണികളും അറിയാം, അതൊന്ന് കടുപ്പിച്ചാൽ ഒരു പക്ഷേ പിണറായിയും CPM ഒക്കെ വെള്ളം കുടിക്കും. കാരണം മസാല ബോണ്ട് എന്നൊക്കെ പറഞ്ഞ് വിദേശ സാമ്പത്തിക ഇടപാടുകൾ നടന്നതാണ്. 2450 കോടി രൂപയുടെ ഒരു വിദേശ സാമ്പത്തിക ഇടപാടാണ്. വിദേശ കമ്പനിയാണ്, കാനഡയിലുള്ളൊരു കമ്പനിയാണ്. നമ്മുടെ സർക്കാരിൻ്റെ മസാല ബോണ്ട് വാങ്ങിച്ചതും പൈസ കൊടുത്തതും ആ പൈസ തിരിച്ചടയ്ക്കുകയും ചെയ്തു. അതൊരു വിദേശ നാണ്യവിനിമയ ചട്ടത്തിൻ്റെ കീഴിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് വിദേശ നാണ്യവിനിമയ ചട്ടത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കയറി കേന്ദ്ര സർക്കാർ പിടിച്ചാൽ ശരിക്കും പിണറായി വിജയനും CPM-ഉം എല്ലാം വെള്ളം കുടിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ വെള്ളം കുടിക്കാതിരിക്കാൻ BJP മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം ഈ സഹകരണ ബാങ്ക് കൊള്ളയടിച്ച തങ്ങളുടെ നേതാക്കളെ സംരക്ഷിക്കണം എന്നുള്ളതാണെന്നാണ് ഇപ്പോൾ നമ്മൾക്ക് അറിയാൻ കഴിയുന്നത്. എന്ന് വച്ചാൽ പെരിങ്ങമല ബാങ്ക് അടക്കം നിരവധി സഹകരണ ബാങ്ക് തട്ടിപ്പുകളിൽ ഇടപെട്ട അല്ലെങ്കിൽ പണം അവിടെ നിന്ന് അടിച്ചു മാറ്റിയെന്ന് ആരോപണം നേരിടുന്ന BJP നേതാക്കളെ കേസുകളിൽ നിന്നും മറ്റ് നിയമ നടപടികളിൽ നിന്നും പതിയെ ഒന്ന് ഊരിക്കൊടുത്താൽ, സർക്കാർ ഒന്ന് കണ്ണടച്ചാൽ ഈ ED നോട്ടീസും പതിയെ ആവിയായി പോകുമെന്നാണ് BJP നേതൃത്വം പറയുന്നത്. അതല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പിണറായി ഞങ്ങൾ മൂക്കുകൊണ്ട് ഇക്ഷ വരപ്പിക്കും. കാരണം രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം ആളുകളെ, അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും കൊടുക്കുന്ന ആളുകളെ ഇങ്ങനെ ഒരു കേസിൽ കുടുക്കി അല്ലെങ്കിൽ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ കുടുക്കി വേട്ടയാടാനൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾ സഹകരണ ബാങ്കിൽ കയറി പിടിച്ച് ഞങ്ങളെ പൂട്ടാൻ നോക്കിയാൽ ഞങ്ങൾ മസാല ബോണ്ടി പിടിച്ച് EDയെ വെച്ച് നിങ്ങളെ പൂട്ടും. അത് ഒന്നൊന്നര പൂട്ടായിരിക്കുമെന്നാണ് BJPയുടെ അഖിലേന്ത്യാ നേതൃത്വം തന്നെ സൂചിപ്പിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് നമുക്ക് BJPയിൽ നിന്ന് കിട്ടുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഈ സഹകരണ ബാങ്കിലെ ഈ കാശടിച്ചു മാറ്റിയ BJP നേതാക്കളെ പതിയെ ഒന്ന് ഊരിക്കൊടുത്തുകൊണ്ട് ഈ മസാല ബോണ്ടിലെ EDയെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പരിപാടികൾ തിരശീലയ്ക്ക് പിന്നിൽ നടന്നു വരികയാണെന്നാണ് സ്ഥിരീകരിക്കാനാവാത്ത റിപ്പോർട്ടുകൾ. അതുകൊണ്ട് ഈ
സഹകരണ ബാങ്കിൽ നിന്ന് പൈസ കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ അങ്ങനെ സർക്കാർ കണ്ടെത്തിയ BJP നേതാക്കളും രക്ഷപ്പെടും. അവസാനം EDയുടെ നോട്ടീസ് ആവിയായി പോവുകയും ചെയ്യും. ഇതെല്ലാം ഒരു കൊടുക്കൽ വാങ്ങലുകളാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ആ കൊടുക്കൽ വാങ്ങലുകൾ കഴിയുമ്പോഴേ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കളം പൂർത്തിയാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്.